എടി എന്റെ ലക്ഷ്മി, നീ അറിഞ്ഞോ? നടന്നോക്ക് അറിഞ്ഞോ? സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് അവളെ തള്ളിയിട്ടതേ എനിക്കറിയാവൂ. പിന്നെ എന്താ നടന്നതെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അമ്മയും കുഞ്ഞും ഇപ്പൊ ജീവനോടെ ഉണ്ടോ? എടി നിന്നെ ഉണ്ടല്ലോ. എന്നാലും ശരി, അവളുടെ അഹങ്കാരത്തിന് അവൾ അർഹിക്കുന്ന ശിക്ഷ ഞാൻ കൊടുത്തു. കണ്ണനും അനന്തും ലേഖയൊക്കെ നിന്നോടും നിന്റെ അച്ഛനോടും പൊറുക്കൊന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഇതങ്ങനെ വെറുതെ വിടുമെന്നും കരുതണ്ട. അതുകൊണ്ടല്ലേ പറഞ്ഞത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാ അങ്ങ് ചെയ്തോളാൻ. എന്ത് ശിക്ഷ തന്നാലും അതനുഭവിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ അമ്മയുടെ പുന്നാര മോക്ക് ആപത്തൊന്നും ഉണ്ടായില്ലെങ്കിലും ശരി, അവളുടെ കുഞ്ഞു പോണം. ഇന്നത്തെ വീഴ്ചയുടെ ആഘാതത്തില് ഇപ്പോഴത് നടന്നു കാണും. അമ്മയോട് ഈ വിവരം പറഞ്ഞവർ പറഞ്ഞോ അവളുടെ കുഞ്ഞു പോയെന്ന്? നിർത്തടി. ഇനി നീ സംസാരിച്ച നിന്നെ പ്രസവിച്ച് ഞാൻ തന്നെ നിന്നെ കൊല്ലും. കൊന്നോ? ഞാൻ തടയാനൊന്നും നിൽക്കില്ല. എനിക്കില്ലാത്തത് അവൾക്കും വേണ്ട. എന്നെ കൊണ്ട് അടിമപ്പടി ചെയ്യിപ്പിച്ചിട്ട് അവളങ്ങനെ തമ്പുരാട്ടിയെ പോലെ വിലസി നടക്കണ്ട. അവള് കരുതി അച്ഛന്റെ പേര് പറഞ്ഞ് എല്ലാ കാലവും എന്നെ അവിടുത്തെ അടുക്കളക്കാരിയാക്കാന്ന്. ആദ്യം ഭക്ഷണത്തില് വിഷം കലർത്തി മോളെയും മരുമോനെയും കൊല്ലാന്നാ ഞാൻ കരുതിയത്. പിന്നെ ഭക്ഷണം വിളമ്പി മുന്നിൽ വെക്കുമ്പോഴേ അയാളുടെ ഒരു ടേസ്റ്റിംഗ് ഉണ്ട്, നിങ്ങളുടെ മരുമോന്റെ. അതുകൊണ്ട് ആ മാർഗം ശരിയാവില്ല എന്ന് തോന്നി. പിന്നെ ഇങ്ങനൊരു ബുദ്ധി തോന്നിയത് ഇന്ന് രാവിലെ അവൾ എന്നെ അടുക്കള കയറ്റാനായിട്ട് വന്നതാ. അവിടെ ഞാനൊരു തീരുമാനം എടുത്തു. ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കുന്നു. പിന്നെ ഒരു ഒറ്റ തള്ളായിരുന്നു. അവള് സ്റ്റെപ്പിന്ന് ഉരുണ്ട് താഴെ വീണു, മാസം തികഞ്ഞ കുഞ്ഞുമായിട്ട്. നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ ക്രൂരത മാത്രം ചെയ്യുന്നവരാ. അവര് ലാളിച്ച നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ പറ്റൂ. ലക്ഷ്മിക്കോ അവളുടെ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ച ആ പാപത്തിന്ന് നിനക്ക് ഈ ജന്മം രക്ഷപ്പെടാൻ പറ്റില്ലടി. നീയുണ്ടല്ലോ ഇനിയാണ് കിടന്ന് നട്ടതിരിയാൻ പോകുന്നത്. എന്ത് വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ വയറ്റിൽ തന്നെയാണല്ലോടി നീ വന്നു പെറുന്നത്.